അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. കഴിഞ്ഞ സായാഹ്ന സമ്മേളനത്തിൽ അത് വ്രതനവീകരണത്തിൻ്റെ ഒരുക്കത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു. 3 വ്രതങ്ങളിലൂടെ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും അവ വിശ്വസ്തയോടെ പാലിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും വൈദികൻ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ആത്മാവ് വലിയ ആന്തരിക അന്ധകാരത്തിലേക്ക് എറിയപ്പെട്ടു. ആനന്ദത്തിന് പകരം കയ്പുകൊണ്ട് എൻ്റെ ആത്മാവ് നിറയപ്പെട്ടു. ഹൃദയം തീവ്രമായ വേദനയാൽ കുത്തിമുറിവേൽപ്പിക്കപ്പെട്ടു. ഞാൻ വളരെ ദുരിതമനുഭവിച്ചു. ഈ കൃപയ്ക്ക് ഞാൻ അയോഗ്യയാണെന്ന് തോന്നി. എൻ്റെ ദുരിതത്തെയും അയോഗ്യതയെയും പറ്റി ബോധ്യപ്പെട്ടതിനാൽ ഏറ്റവും എളിയ അർത്തിനിയുടെ കാൽ ചുംബിക്കാൻ പോലും ഞാൻ ധൈര്യപ്പെട്ടില്ല. അർത്തിനികൾ അരൂപിയിൽ സൗന്ദര്യവതികളും കർത്താവിന് പ്രിയങ്കരികളുമായതും ഞാൻ ദുരിതത്തിൻ്റെ ഒരു ഗർത്തമായും തോന്നി. സമ്മേളനത്തിന് ശേഷം കണ്ണീരോടും വേദനയോടും കൂടെ മറിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പാദാന്തികത്തിൽ എന്നെ സമർപ്പിച്ചു. ദൈവത്തിൻ്റെ അനന്തമായ കരുണക്കടലിലേക്ക് എന്നെ തന്നെ ആഴ്ത്തി. അവിടെ മാത്രമേ എനിക്ക് ആശ്വാസം ലഭിച്ചുള്ളൂ. അവിടുത്തെ കരുണയുടെ സർവ്വശക്തി എന്നെ ആവരണം ചെയ്യുന്നതായി തോന്നി. 30 വ്രതനവീകരണത്തിൻ്റെ ദിവസം. ഉണർന്നെഴുന്നേറ്റ ഉടനെ തന്നെ ദൈവ സാന്നിധ്യം എന്നെ ആവരണം ചെയ്തു. ഞാനൊരു ദൈവ പൈതലാണെന്ന് തോന്നി. എൻ്റെ ആത്മാവിലേക്ക് ദൈവസ്നേഹം ചൊരിയപ്പെട്ടു. അവിടുത്തെ തിരുഹിതത്തിലെല്ലാം എപ്രകാരം ആശ്രയിച്ചിരിക്കുന്നെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. അവിടുന്ന് എന്നോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ കരുണയുടെ തിരുനാളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പൂർണ്ണമായ പൊറുതി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് അവിടുന്ന് എന്നോട് പറഞ്ഞു: എൻ്റെ മകളെ, ഒന്നിനെയും ഭയപ്പെടേണ്ട. ഞാൻ നിൻ്റെ കൂടെയില്ലെന്ന് നിനക്ക് തോന്നിയാലും എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ എളിമ ഉന്നതമായ എൻ്റെ സിംഹാസനത്തിൽ നിന്ന് എന്നെ താഴെ എത്തിക്കുകയും നിന്നോട് എന്നെ തന്നെ ഗാഢമായി ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. 29 ഏപ്രിൽ 1937. ഈ തിരുനാൾ സംബന്ധിച്ച് വത്തിക്കാനിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് കർത്താവ് എനിക്ക് അറിവ് തന്നു. ബിഷപ്പ് പാസല്ലി ഇതിനുവേണ്ടി വളരെ അധ്വാനിച്ചു. ഇന്ന് വ്രതനവീകരണ ദിവസമാണ്, അതായത് ഭക്തിനിർഭരമായ ആഘോഷങ്ങൾക്ക് നടുവിൽ വ്രതവാഗ്ദാന പ്രഖ്യാപനം. സിസ്റ്റേഴ്സ് വാഗ്ദാനം നവീകരിക്കുന്ന സമയത്ത് മനുഷ്യ ശബ്ദത്തിന് ഒരിക്കലും ഒപ്പമെത്താൻ പറ്റാത്ത വിധം സ്വരമാധുര്യത്തോടെ പരിശുദ്ധൻ 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 എന്ന് വിവിധതരം ഈണത്തിൽ മാലാഖമാർ ആലപിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു. സായാഹ്നത്തിൽ എൻ്റെ പ്രിയ നോവിസ് മദർ ഡയറക്ടേഴ്സായ മദർ മേരി ജോസഫുമായി പൊതുവായ കാര്യങ്ങളെ സംബന്ധിച്ച് ഉദ്യാനത്തിന് ചുറ്റും നടന്നുകൊണ്ട് ഞാൻ സംസാരിച്ചു. നോവിസിൻ്റെ മദർ ഡയറക്ടേഴ്സ് എപ്പോഴും പ്രിയങ്കരിയാണ്. യഥാർത്ഥത്തിൽ അവർ ഇപ്പോൾ ഡയറക്ടേഴ്സ് അല്ലെങ്കിലും സുപ്പീരിയറാണ്. ഞാൻ എൻ്റെ വ്രതമെടുത്തിട്ട് 10 വർഷം തികഞ്ഞിരിക്കുന്നു. കുരിശു കൂടാതെ ജീവിക്കാൻ ഒരു സന്യസ്തയ്ക്ക് സാധ്യമല്ലെന്ന് അവർ എന്നോട് പറഞ്ഞു. എന്തായാലും വാർസോയിൽ ഞാൻ അനുഭവിച്ച ഒരു പ്രത്യേക സഹനത്തെ അവർ എനിക്ക് വെളിപ്പെടുത്തി. ഞാൻ അതേക്കുറിച്ച് അവരോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. നോവിഷ്യറ്റിൻ്റെ കാലത്ത് എനിക്ക് ലഭിച്ച എല്ലാ കൃപകളും സ്പഷ്ടമായി എൻ്റെ ആത്മാവിൻ്റെ മുന്നിലേക്ക് കടന്നു വന്നു. ഓ, എത്രമാത്രം ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു! എൻ്റെ ആത്മാവ് അന്ധകാരത്തിലാഴ്ന്നു പോയപ്പോൾ ഞാൻ നശിച്ചു പോയെന്ന് എനിക്ക് തോന്നി. അനുസരണത്തിൻ്റെ ശക്തിയാൽ അവരെന്നെ ആ ഗർത്തത്തിൽ നിന്ന് പിടിച്ചെടുത്തു. എൻ്റെ ആത്മാവ് പലപ്പോഴും സഹനം കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യജീവിക്കും ഈ പീഡകൾ മനസ്സിലാക്കാൻ സാധ്യമല്ല. മെയ് 1, 1937. ഇന്ന് ഞാൻ എൻ്റെ സ്വർഗീയ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചു. എല്ലാ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായി അവിടുത്തെ തിരുക്കുമാരൻ്റെ വരവിനായി എൻ്റെ ആത്മാവിനെ ഒരുക്കാൻ സഹായിക്കണമെന്ന് ഞാൻ തീക്ഷ്ണമായി ദൈവമാതാവിനോട് അപേക്ഷിച്ചിരുന്നു. അവളുടെ സംരക്ഷണം എനിക്ക് വ്യക്തമായി അനുഭവപ്പെട്ടിരുന്നു. ദൈവവചനം മനുഷ്യാവതാരം ചെയ്ത സമയം മാതാവിൻ്റെ തന്നെ വിമല ഹൃദയത്തിൽ ജ്വലിച്ച ദൈവസ്നേഹാഗ്നിയാൽ എൻ്റെ ഹൃദയത്തെ എരിയിക്കാൻ കൃപയുണ്ടാകണമെന്ന് ഞാൻ അമ്മയോട് യാചിച്ചിരുന്നു. മെയ് 4. ഇന്ന് ഞാൻ ഒരു നിമിഷത്തേക്ക് മദർ ജനറലിനെ മൈക്കിൾ കാണാൻ പോയി. ഞാൻ അവരോട് ചോദിച്ചു: പ്രിയ മദർ, ഞാൻ ഈ മഠം വിട്ടു പോകുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രചോദനം അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ടോ? മദർ ജനറൽ പ്രതിവചിച്ചു: സിസ്റ്റർ, ഇപ്പോൾ വരെ ഞാൻ എപ്പോഴും നിന്നെ തടഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിന്റെ ആഗ്രഹം പോലെ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിനക്ക് നൽകുന്നു. നിനക്ക് ഈ സന്യാസ സമൂഹം വിട്ടു പോവുകയോ ഇവിടെ തന്നെ തുടരുകയോ ചെയ്യാം. ഞാൻ മറുപടി പറഞ്ഞു: അങ്ങനെയാകട്ടെ. എൻ്റെ വ്രതങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന അപേക്ഷ
ഉടനെ തന്നെ പരിശുദ്ധ പിതാവിന് നൽകണമെന്ന് ഞാൻ നിശ്ചയിച്ചു. മദർ ജനറലിനെ വിട്ട് ഞാൻ പോന്നപ്പോൾ പഴയതുപോലെ എൻ്റെ ആത്മാവിൽ വീണ്ടും അന്ധകാരം നിറഞ്ഞു. സഭാസമൂഹം വിട്ടു പോകാനുള്ള അനുവാദം ചോദിക്കുന്ന അവസരങ്ങളിലെല്ലാം ഈ അന്ധകാരം എൻ്റെ ആത്മാവിൽ കരുന്നത് വിചിത്രമായിരിക്കുന്നു. ഞാൻ തീർത്തും നിസ്സഹായയായി അനുഭവപ്പെടുന്നു. അരൂപിയുടെ ഈ പീഡ അനുഭവിക്കുന്ന സമയത്ത് ഉടനെ തന്നെ മദറിൻ്റെ അടുക്കൽ പോയി ഈ അസാധാരണമായ പീഡയെയും സംഘർഷത്തെയും പറ്റി പറയാൻ ഞാൻ തീരുമാനിച്ചു. മദർ പറഞ്ഞു, മഠം വിട്ടു പോകാനുള്ള നിന്റെ തോന്നൽ ഒരു പ്രലോഭനമാണ്. കുറച്ചു നേരം അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് അല്പം ആശ്വാസം ലഭിച്ചു. എന്നാൽ അന്ധകാരം അപ്പോഴും നിലനിന്നു. ഈ ദൈവകരുണ എന്നത് മനോഹരമായൊരു കാര്യമാണ്. ഇത് കർത്താവിൻ്റെ വലിയൊരു പദ്ധതിയായിരിക്കാം. കാരണം സാത്താൻ ഇതിനെ വളരെ എതിർക്കുകയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ മദർ ജനറലിൻ്റെ വാക്കുകളാണിവ. എൻ്റെ പീഡകൾ ആർക്കും മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ എനിക്ക് തന്നെ വിവരിക്കാനോ സാധിക്കുകയില്ല. എന്നാൽ ഇതിനേക്കാൾ വലിയ സഹനമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. രക്തസാക്ഷികളുടെ സഹനങ്ങൾ ഇതിനേക്കാൾ വലുതല്ല. എന്തെന്നാൽ ആ സമയത്ത് മരണം എനിക്കൊരാശ്വാസമായിരിക്കും. ആത്മാവിൻ്റെ അവസാനമില്ലാത്ത തീവ്രവേദനയായ ഈ സഹനങ്ങളോട് താരതമ്യപ്പെടുത്താൻ വേറെ ഒന്നും തന്നെയില്ല. മെയ് 5. ഒരുപക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണമായിരിക്കാം എന്ന് എനിക്ക് തോന്നിയതിനാൽ ഇന്ന് കുമ്പസാരത്തിൽ ഞാൻ എൻ്റെ ആത്മീയാവസ്ഥയെ ഏറെക്കുറെ വെളിപ്പെടുത്തി. അതായത് സഭാസമൂഹം വിട്ടു പോകാനുള്ള അനുവാദം ചോദിക്കുമ്പോൾ ഞാൻ വലിയ പീഡയും അന്ധകാരവും അനുഭവിക്കുന്നു എന്ന കാര്യം ഒരുപക്ഷെ ദൈവം നിശ്ചയിച്ച സമയമാകാത്തത് കൊണ്ടാകാമെന്ന് കുമ്പസാരക്കാരൻ മറുപടി നൽകി. നീ പ്രാർത്ഥിച്ച് ക്ഷമയോടെ കാത്തിരിക്കുക. നിനക്കായി വലിയ സഹനങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നത് സത്യമാണ്. നീ വളരെ പീഡകൾ സഹിക്കേണ്ടി വരും. ധാരാളം പ്രതികൂലങ്ങൾ അതിജീവിക്കേണ്ടി വരും. അത് തീർച്ചയാണ്. കൂടുതൽ ആഴമായ അറിവും ദൈവപ്രകാശവും ലഭിക്കാൻ വളരെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇതെല്ലാം വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. എൻ്റെ ദൈവമേ, ഈ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ എൻ്റെ ആത്മീയ നേതാവ് ഫാദർ ആൻഡ്രാഷ് അകലെയാണല്ലോ. അദ്ദേഹം റോമിലേക്ക് പോയിരിക്കുകയാണ്. ഈശോയെ, അങ്ങ് അദ്ദേഹത്തെ എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നതിനാൽ അങ്ങ് തന്നെ എന്നെ നയിക്കണമേ. എന്തെന്നാൽ എനിക്ക് എത്രമാത്രം സഹിക്കാൻ പറ്റുമെന്നത് അങ്ങ് മാത്രം അറിയുന്നു. എൻ്റെ ശക്തിക്ക് അതീതമായതൊന്നും ദൈവം തരികയില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും മധ്യയായിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ മൗനം പാലിക്കുന്നു. എന്തെന്നാൽ സംസാരിച്ചാൽ തന്നെ ഞാൻ പറയുന്നത് ആര് മനസ്സിലാക്കും? ഞാനിപ്പോൾ നിശബ്ദത പാലിക്കുന്ന പല കാര്യങ്ങളും അനന്തതയിൽ വെളിപ്പെടും.